ഹായ്, വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ട്യൂസ്ഡേ Q&A സെക്ഷൻ. അതായത് ലാസ്റ്റ് വീക്കിലെ കമന്റ് ബോക്സിലും DMസിലും ഒക്കെ നിങ്ങൾ എനിക്ക് അയച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ട്യൂസ്ഡേ Q&A ആയിട്ട് ചെയ്യുന്നത്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞാൽ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോസ് കയറി കാണുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ ഫോർഹെഡിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരുന്നത് എന്തുകൊണ്ട് എന്നുള്ളത്. അത് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ വരാം. ഒന്ന്, നമ്മുടെ നെറ്റിയിലുള്ള ക്ലോസ്ഡ് കൊമഡോൺസിനെ ആയിരിക്കും നിങ്ങൾ ആ കുഞ്ഞു കുഞ്ഞു കുരുവായിട്ട് കാണപ്പെടുന്നത്. രണ്ടാമത്തത് ഫംഗൽ ആക്നെ കാരണം ഇങ്ങനെ നമുക്ക് മോക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫസ്റ്റ് നമുക്ക് കൊമഡോജനിക് ആക്നെ എന്താണെന്ന് നോക്കാം. ക്ലോസ്ഡ് കൊമഡോജനിക് ആക്നെ എന്താണെന്ന് നോക്കാം. ഫോർഹെഡ്സിൽ വരുന്നത് അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഫേസിൽ ഒരുപാട് പോസ് ഉണ്ട്. ഈ പോസ് അടയുമ്പോഴാണ് അത് ക്ലോസ്ഡ് കൊമഡോൺസ് ആയിട്ട് വരുന്നത്. ഇത് അടയാതെ ആ പോസ് നിറയുമ്പോഴാണ് നമ്മുടെ ഓപ്പൺ കൊമഡോൺസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, പിന്നെ ചില സമയത്ത് വൈറ്റ് ഹെഡ്സ് ഓപ്പൺ കൊമഡോൺ ആവും. പക്ഷെ ചില സമയത്ത് വൈറ്റ് ഹെഡ്സ് അടഞ്ഞിട്ട് അത് ക്ലോസിലോട്ട് പോകും. അടയാതെ ഓക്സിഡൈസ് ആകുമ്പോൾ അത് ബ്ലാക്ക് ഹെഡ്സിലോട്ട് മാറും. ഇതാണ് വ്യത്യാസം. നമ്മുടെ ഫോർഹെഡ്സിലും ഇതുപോലെ ഒരുപാട് പോസുകളുണ്ട്. പക്ഷെ ഈ പോസ് ഇതുപോലെ നമ്മുടെ ഡെഡ് സ്കിൻ, ഡേർട്ട്, ഓയില് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് അടയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് കാരണം നമുക്ക് ക്ലോസ്ഡ് കൊമഡോൺസ് വരികയും അത് കുഞ്ഞു 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 കുത്തുകളായിട്ട് വരും. അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കാം, ഇത് രണ്ടും എങ്ങനെ മനസ്സിലാക്കാം എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതിന് കാരണമായിട്ട് വരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഹെയർ പ്രൊഡക്ട്സുകളായിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ, കണ്ടീഷണർ, മാസ്ക്, ഓയിൽസ്, ഇത് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് നമ്മുടെ ഫോർഹെഡ്സിലോട്ട് കഴിയുമ്പോൾ വരുമല്ലോ. പക്ഷെ നമ്മുടെ ഫോർഹെഡിൽ നിന്ന് ഇത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കളയാതെ വരും. ഇത് നമ്മുടെ നെറ്റിയിലുള്ള പോസിനെ കയറി അടയ്ക്കുകയും അത് കാരണം നമുക്ക് ക്ലോസ്ഡ് കൊമഡോൺസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ പ്രഷറായിട്ടും ക്ലോസ്ഡ് കൊമഡോൺസ് വരും. അതായത് നിങ്ങൾ ഹെൽമെറ്റ്, ഹെഡ് ബാൻഡ്സ്, അല്ലെങ്കിൽ ക്യാപ്പ്, ഹിജാബ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കെട്ടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളിങ്ങനെ കെട്ടുമ്പോഴത്തേക്ക് ഒരു പ്രഷർ വരുമല്ലോ. ആ പ്രഷറും പിന്നെ അവിടെയുള്ള ഓയിലും സ്വെറ്റും ഒക്കെ കയറി ഇരുന്നിട്ട് അത് കാരണം നമുക്കൊരു ക്ലോസ്ഡ് കൊമഡോൺസ് നമ്മുടെ ഫോർഹെഡ്സിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രൊഡക്ട്സ് കാരണോ അല്ലെങ്കിൽ സൺസ്ക്രീൻ കാരണോ നമുക്ക് ക്ലോസ്ഡ് കൊമഡോൺസ് വരാം. ഇനി ഇത് എങ്ങനെ നമുക്ക് ഫംഗൽ കൊമഡോൺ അല്ല ഫംഗൽ ആക്നെ അല്ല ക്ലോസ്ഡ് കൊമഡോൺ ആണ് തിരിച്ചറിയാന്ന് വെച്ചാൽ, ക്ലോസ്ഡ് കൊമഡോൺസ് അധികം റെഡിഷ്നെസ്സോ ഇറിറ്റേഷൻസോ ഒന്നും തരത്തില്ല. അത് അവിടെ ജസ്റ്റ് ഉണ്ടാകും. മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിന്റെ ഒരു നമുക്ക് പൊട്ടിച്ച് പുറത്തോട്ട് കളയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. വൈറ്റ് കളർ ആയിരിക്കും ഇതിനകത്തുണ്ടാവുന്ന സാധനം. അത് മാത്രമല്ലാണ്ട് ഇതൊരു ക്ലസ്റ്റർ ആയിട്ട്, അതായത് ഒരു സ്ഥലത്ത് ഗ്രൂപ്പ് ആയിട്ടായിരിക്കില്ല കാണപ്പെടുന്നത്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടൊക്കെ ഇരിക്കാനാണ് ചാൻസ്. യൂണിഫോമിറ്റി ഉണ്ടാവില്ല അതിന്. പക്ഷേ നമ്മൾ ഫംഗൽ ആക്നിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല റെഡിഷ്നെസ്സും ഇറിറ്റേറ്റിങ്ങും ഇച്ചിങ്ങും ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. മാത്രമല്ല ഇത് ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മുടെ ഫോർഹെഡിൽ കാണപ്പെടുന്നത്. ഇത് കൂടുതൽ ഉണ്ടാവുന്നത് നിങ്ങളുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പ് ആണെങ്കിലോ ആണ് നമുക്ക് ഈ ഫംഗൽ ആക്നെ കൂടുതലായിട്ടും വരുന്നത്. മാത്രമല്ല ഈ ഒരു ഫംഗൽ ആക്നെ നമ്മുടെ നെറ്റിയിൽ ഉണ്ടെങ്കിലും നമ്മൾ മറ്റുള്ള സ്പേസിലോട്ട് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ നമ്മുടെ ക്ലോസ്ഡ് കൊമഡോൺസ് ചില സമയത്ത് നെറ്റിയിൽ മാത്രമല്ല നമ്മുടെ മൂക്കിന്റെ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കാണാനും ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ആദ്യമേ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിന്റെ അക്കോർഡിംഗ്ലി നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ക്ലോസ്ഡ് കൊമഡോൺസ് ആണില്ലെങ്കിൽ അത് മാറ്റാൻ ഏറ്റവും നല്ലത് സാലിസിലിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷസ് ഡെയിലി യൂസ് ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി നിങ്ങളൊരു 18 വയസ്സിന് മുകളിലുള്ള ആളാണെങ്കിൽ വീക്ക്ലി വൺസ് ഡെഫിനറ്റ്ലി സാലിസിലിക് ആസിഡ് സിറം നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ പറയില്ല. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ ക്ലോസ്ഡ് കൊമഡോൺസ് ഉള്ളത് അവിടെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് മാക്സിമം ലൈറ്റ് വെയ്റ്റും നോൺ കൊമഡോജനിക്കും ഓയിൽ ഫ്രീ ആവാനായിട്ടും ശ്രദ്ധിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ നിങ്ങളുടെ കയ്യിൽ കരുതുക എന്നുള്ളതാണ്. ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ നമ്മുടെ സ്വെറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ടും അത് കാരണം ഈ ക്ലോസ്ഡ് കൊമഡോൺസ് ഉണ്ടാവാതിരിക്കാനായിട്ട്, പോസ് അടയത്തില്ല, ക്ലോസ്ഡ് കൊമഡോൺസ് ഉണ്ടാവാതിരിക്കാനായിട്ടും ഫ്യൂച്ചറിൽ ഈ ക്ലോസ്ഡ് കൊമഡോൺസ് പിമ്പിളായിട്ട് മാറാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഹൈപ്പോക്ലോറസ് ആസിഡ് നമുക്ക് ഫംഗൽ ആക്നിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിവേസ് ഇനി നമ്മുടെ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു 23 വയസ്സ് അതിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ്ഡ് കൊമഡോൺസ് ഭയങ്കര സിവിയർ ആയിട്ടുണ്ടെങ്കിൽ വീക്കിലി 3 ടൈംസ് നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം.
നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, വേറെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ ഈ 3 ടൈംസ് നിങ്ങൾ നൈറ്റിൽ യൂസ് ചെയ്യുന്ന സമയം ആ 3 ദിവസം ഒരിക്കലും സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഹെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ ഫോർഹെഡ്സിലോട്ട് വരാതെ കഴുകിക്കളയാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ വാഷ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ട് വരും. കാരണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെയർ പ്രൊഡക്റ്റ് റെസിഡ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കഴുകിക്കളയാനായിട്ട് പറ്റും. പിന്നെ മാക്സിമം ആ ഏരിയാസിൽ ഹിജാബൊക്കെ ഒന്ന് ലൂസായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. ഹെൽമെറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി ഹൈജീൻ ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടൈറ്റ് ആയിട്ടുള്ള ക്യാപ്പും അല്ലാത്ത ഹെയർ ബാൻഡും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഫോർഹെഡ്സിൽ ഉണ്ടാകുന്ന ക്ലോസ്ഡ് കോംപ്രമൈസ് ഒരു പരിധിവരെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഫംഗൽ ആക്നെയിലോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ സ്കാൽപ്പ് ഒന്ന് നന്നായിട്ട് നോക്കുക. ഒരു ചെറിയ രീതിയിലെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടോ, അതായത് ഡാൻഡ്രഫ് ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഓയിലി സ്കാൽപ്പ് ആണെങ്കിലാണ് കൂടുതൽ ഫംഗൽ ആക്നെ വരാനുള്ള ഇത് കൂടുതൽ. പിന്നെ ഈ ചൂടത്ത് നമുക്ക് ഫംഗൽ ആക്നെ വരാം. അതിനാണ് ഞാൻ ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ കരുതാൻ പറഞ്ഞത്. ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ നമുക്ക് ഈ ആന്റി ഫംഗലും ആണ് ആന്റി ബാക്ടീരിയലാണ്. അത് 2 ടൈപ്പ് ഓർഗാനിസത്തിനെയും കൊല്ലാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് ക്ലോസ്ഡ് കോമ്പൗണ്ട്സിൽ ഫംഗലിൽ വർക്ക് ചെയ്യുന്നു ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എപ്പോഴൊക്കെ വിയർക്കുന്നു എടുത്ത് സ്പ്രേ അങ്ങ് ഫേസിൽ അടിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കീറ്റോകോണസോൾ ഷാംപൂ, അതല്ലെങ്കിൽ അതിന്റെ സോപ്പും വാങ്ങിക്കാൻ കിട്ടും. ഒന്നുകിൽ നിങ്ങൾ സോപ്പ് വീക്കിലി ഒരു 2 പ്രാവശ്യം ഫേസ് കഴുകാനായിട്ട് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ അതിന്റെ ഷാമ്പു എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇത് 2 യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആവും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഫംഗൽ ആക്നെയാണ്, നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള മോയിസ്ചറൈസേഴ്സ് ഈ 2 സാധനം യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ ഷാമ്പു ആണ് ഫേസിൽ ഷാമ്പു യൂസ് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ എവിടെയൊക്കെയാണോ ഫംഗൽ ആക്നെ ഉള്ളത് അവിടെ മാത്രമേ യൂസ് ചെയ്താൽ മതി, നല്ല ഡൈല്യൂട്ട് ആയിട്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനുശേഷം നന്നായിട്ട് നിങ്ങളുടെ മോയിസ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ല നിങ്ങൾ സോപ്പ് യൂസ് ചെയ്താൽ സെയിം കാര്യം ശ്രദ്ധിച്ചാൽ മതി. കൂടാതെ നിങ്ങളുടെ ശരീരത്തിൽ സ്കാൽപ്പിലും ഫോർഹെഡ്സിലും അല്ലാതെ വേറെ എവിടെയെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കാൽപ്പിൽ ഫംഗൽ ആക്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഡാൻഡ്രഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം വീക്കിലി വൺസ് കീറ്റോകോണസോൾ ഷാമ്പു നിങ്ങളുടെ സ്കാൽപ്പിൽ യൂസ് ചെയ്യുക. പിന്നെ അല്ലാത്ത ദിവസം നിങ്ങൾ സ്കാൽപ്പ് വാഷ് ചെയ്യണം. ഒരു സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. നമ്മുടെ വേർ അനാറ്റമിയിൽ ലോറിയൽ പാരീസിന്റെ ഹൈലറോണിക് ആസിഡ് പ്യൂർ 2 ഉണ്ട്. അതിനകത്ത് ഹൈലറോണിക് ആസിഡ് പ്യൂർ ജെൽ കൺസിസ്റ്റൻസിയിലുള്ളത്. അങ്ങനെ അത് 2 ഫേസ് ഷാമ്പൂസും പിന്നെ അതിന്റെ തന്നെ കണ്ടീഷണറും. വേറെ അനാറ്റമിയിൽ മാസ്ക് ആണ്, മറ്റേ ലോറിയലിൽ കണ്ടീഷണർ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ മാസ്കോ കണ്ടീഷണറോ ഫോളോ അപ്പ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഇത്രയും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യും. നമ്മുടെ ഫേസിൽ ഹൈജീൻ, അതായത് ഫംഗസ് വരുന്ന കുറച്ച് ഹൈജീൻ പ്രോബ്ലം ഉണ്ടാവില്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽമെറ്റിന്റെ കാര്യം. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർഹെഡ് ഫംഗൽ ആക്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇനി ഇത് രണ്ടും കൂടെ, അതായത് ക്ലോസ്ഡ് കോമ്പൗണ്ട്സും ഫംഗൽ ആക്നെയും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവണ്ട. കാരണം രണ്ടും സെപ്പറേറ്റ് രീതിയിൽ നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ മാറ്റാനും നമുക്ക് സെപ്പറേറ്റ് രീതിയാണ്. കോമൺ ആയിട്ടുള്ള ഒറ്റ സാധനമേ ഉള്ളൂ, അതാണ് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നതാണ് നമ്മുടെ ലെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. അതായത് നമ്മൾ കോജിക് ആസിഡ് സിറം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നയാസിനമൈഡ് സിറം യൂസ് ചെയ്യാമോ എന്നുള്ളത്. സത്യത്തിൽ യൂസ് ചെയ്യാം. നമ്മുടെ നയാസിനമൈഡും കോജിക് ആസിഡും എല്ലാ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂടെയും വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. ഒറ്റ കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കോജിക് ആസിഡ് പറയുമ്പോഴത്തേക്ക് പ്രഗ്നൻസി ലാക്ടേറ്റിംഗ് സമയത്ത് നമുക്ക് കോജിക് ആസിഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ ഫേസിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ പാച്ചസ് ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോജിക് ആസിഡ്. അതേസമയം നിങ്ങൾക്ക് ഒരു ഹൈഡ്രേഷൻ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ പോസ് ഉണ്ട്, നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നയാസിനമൈഡും കൂടെ യൂസ് ചെയ്യാം. കൂടാതെ കോജിക് ആസിഡിന്റെ കൂടെ ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആയിട്ട് നയാസിനമൈഡും വർക്ക് ചെയ്യും. അപ്പൊ അത് മാത്രമല്ലാണ്ട് ഒരു പരിധിവരെ നമ്മുടെ പിഗ്മെന്റേഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ 2 ഫംഗ്ഷൻ നയാസിനമൈഡ് യൂസ് ചെയ്താൽ കിട്ടും. രണ്ടല്ല കുറെ ഫംഗ്ഷൻ കിട്ടും. നിങ്ങളുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ 2 ഇൻഗ്രീഡിയൻ്റ് ഓഫ് കോജിക് ആസിഡിന്റെ കൂടെ നയാസിനമൈഡും കൂടെ യൂസ് ചെയ്യണം. പിന്നെ നയാസിനമൈഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബിഗിനർ ആണെങ്കിൽ മാത്രം 5% സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 10%ലോട്ട് പോകാം. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ 5% നയാസിനമൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് കോജിക് ആസിഡ് അതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. കൂടാതെ കോജിക് ആസിഡും നയാസിനമൈഡും നിങ്ങൾക്ക് മോർണിംഗും നൈറ്റും യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, കോജിക് ആസിഡ് 3% ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് 3% വരെയാണ് കോജിക് ആസിഡ് മെയിൻ ആയിട്ട് നമുക്ക് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3%
നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ മോസ്റ്റ്ലി ഫോർമുലേഷൻ ടൈമിൽ അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും ബോക്സിൽ. അങ്ങനെയാണെങ്കിൽ മാത്രം നൈറ്റിൽ യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ 2% കോജിക് ആസിഡ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗും നൈറ്റ് യൂസ് ചെയ്യാം. പിന്നെ കാര്യം ശ്രദ്ധിക്കുക, കോജിക് ആസിഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്, പ്രത്യേകിച്ച് നമ്മൾ പ്രഗ്നൻസി ലാക്ടേറ്റിംഗ് സമയത്ത് യൂസ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, കോജിക് ആസിഡ് നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒന്ന്, നമുക്ക് നിങ്ങൾ പറയുന്ന പോലെ നാച്ചുറൽ ആയിട്ട് കോജിക് ആസിഡ് കാണപ്പെടുന്നുണ്ട്, അല്ലാതെ നമുക്ക് ലാബിൽ സിന്തറ്റിക് ആയിട്ടും കോജിക് ആസിഡ് ഫോം ചെയ്യാൻ പറ്റും. കോജിക് ആസിഡ് നാച്ചുറൽ ആയിട്ട് എവിടെ കാണുന്നു എന്ന് വെച്ചാൽ നമ്മൾ അരി ഫെർമെന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കോജിക് ആസിഡ് ഉണ്ടാവും. പക്ഷെ ഈ കോജിക് ആസിഡ് നമ്മൾ ഡയറക്റ്റ് ഫേസ് മാസ്ക് ആയിട്ട് ഇടുമ്പോൾ, അരിയെ എടുത്ത് ഫേസ് മാസ്ക് ആയിട്ട് ഇടുമ്പോൾ നമ്മുടെ സ്കിന്നിന് വേണ്ട അത്രയും കോൺസെൻട്രേഷൻ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് കറക്റ്റ് സ്കിൻ കെയറിന് വേണ്ടി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് ആ ബോട്ടിൽ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഈ ബോട്ടിലും ചിലപ്പോൾ അവർ ലബോറട്ടറി ആയിട്ട് സിന്തറ്റിക് ആയിട്ട് കോജിക് ആസിഡ് ഉണ്ടാവും, ചിലപ്പോൾ മാസ്സായിട്ട് നാച്ചുറൽ കോജിക് ആസിഡ് ഡിറൈവ് ചെയ്ത് എടുക്കും. ഇത് അപ്പോഴത്തെ കമ്പനിയുടെ സൗകര്യം അനുസരിച്ച് രണ്ട് രീതിയിലും എടുക്കും. കോജിക് ആസിഡ് ഒരു സേഫ് ഇൻഗ്രീഡിയന്റ് ആണ്, പക്ഷെ പ്രഗ്നൻസിയുടെ സമയത്ത് കഴിക്കരുത് എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് നമ്മൾ സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പ്രധാനമായിട്ട് എടുക്കണ്ട എന്ന് പറയും സ്കിൻ കെയറിൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വിറ്റാമിൻ എ സപ്ലിമെന്റ്സ് നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിറ്റാമിൻ എയുടെ ഡിറൈവ് ചെയ്തിട്ടുള്ള റെറ്റിനോസും ട്രെറ്റിനോയിനൊന്നും പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്യരുത് എന്നും പറയുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും ഹൈഡ്രോക്വിനോണിനും നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്യാറില്ല. അപ്പൊ ശ്രദ്ധിക്കുക, തുടങ്ങി നമ്മൾ കോജിക് ആസിഡ് നാസിനമൈഡ് യൂസ് ചെയ്യാമോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി കോജിക് ആസിഡ് നാസിനമൈഡ് ഒരുമിച്ച് യൂസ് ചെയ്യും. കോജിക് ആസിഡ് പേടിക്കേണ്ട സാധനമൊന്നുമില്ല, ആസിഡ് എന്നുള്ളത് കൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നാച്ചുറലി തന്നെ കാണപ്പെടുന്ന ഒരു സാധനമാണ്, അല്ലാണ്ട് സിന്തറ്റിക് ആയിട്ട് നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നേന്നുമില്ല. പക്ഷെ നാച്ചുറൽ ആയിട്ട് കാണുന്നെങ്കിലും നമ്മൾ സിന്തറ്റിക് ആയിട്ട് ലാബിൽ ഇത് ഉണ്ടാക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ ഡൗട്ട് അവിടെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അടുത്ത വന്ന് ഫേസ് വാഷിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്നെന്ന് വെച്ചാൽ സ്ഥിരം കമന്റ് ഇടുന്ന ഒരാളെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്, സെൻസിറ്റീവ് സ്കിൻകാർക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, പ്രത്യേകിച്ച് മിനിമലിസ്റ്റിന് 2% സാലിസിലിക് ആസിഡ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ സ്കിൻ നല്ല പെട്ടെന്ന് ഹൈപ്പർ സെൻസിറ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് പെട്ടെന്ന് എന്തെങ്കിലുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യേണ്ട ഒരു ആസിഡാണ്. ഇത് ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് ആണ്. അപ്പൊ നമ്മുടെ ഓയിലി സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ മാത്രം നമുക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷിന് ആവശ്യമുള്ളൂ. അപ്പൊ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ഫസ്റ്റ് ഒരു തവണ യൂസ് ചെയ്ത് നോക്കുക. സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആവുന്നുണ്ടെങ്കിലും മൈൽഡ് ആയിട്ടെങ്കിലും ഡ്രൈ ആവുന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാതിരിക്കാം. അതല്ല നിങ്ങളുടെ ഓയിലി സെൻസിറ്റീവ് സ്കിൻ ആണ്, നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്തേ പറ്റൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഉപയോഗം, നമ്മൾ നോർമലി പറയുന്ന ദിവസം 2 നേരം യൂസ് ചെയ്യാനല്ലേ, അതിന്റെ ഉപയോഗം ദിവസം 1 നേരമോ അല്ലെങ്കിൽ 2 ദിവസത്തിൽ 1 നേരമോ ആക്കുന്നതായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നിനെ അത് ഇറിറ്റേറ്റ് ചെയ്യാനായിട്ടും പോകുന്നില്ല. രണ്ട് കാര്യവും നടക്കും. എപ്പോഴും സെൻസിറ്റീവ് സ്കിൻകാർ കെയർഫുൾ ആയിട്ട് വേണം നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമുള്ള പ്രൊഡക്റ്റ് പോലും യൂസ് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പൊ യൂസ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ യൂസ് ചെയ്താൽ മതി. ഒന്നുകിൽ നൈറ്റ് മാത്രമേ യൂസ് ചെയ്യുക ഫേസ് വാഷ്, സ്കിൻ ഡ്രൈ ആവുന്നു എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് നൈറ്റ്സിൽ യൂസ് ചെയ്യുക. മാക്സിമം 2 നേരം യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത് ഫേസ് വാഷ് വന്നതെന്ന് വെച്ചാൽ, നമുക്ക് മെലാസ്മ ഉണ്ടെങ്കിൽ ഏത് ഫേസ് വാഷ് ആണ് നല്ലത് എന്ന് ചോദിച്ചിട്ടാണ്. നമുക്ക് മെലാസ്മ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ പറയും ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷ് ആണ്. കാരണം ഗ്ലൈക്കോളിക് ആസിഡ് ഒരു BHA ആണ്. ഇത് നമ്മുടെ ഫേസിൽ മൈൽഡ് ആയിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഹൈ കോൺസെൻട്രേഷനിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷുകൾ കാണാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ പിഗ്മെന്റേഷൻ വരുന്നത് തടയാനായിട്ടും, അതായത് ഹൈഡ്രോടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ്, മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിന്നും മെലാസ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഒരു HA/BHA ഫേസ് വാഷോ, അത് റിക്വലൊക്കെ HA ഫേസ് വാഷ് ഉണ്ട്, അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് എടുക്കാം. നൈറ്റിൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷും മോർണിംഗിൽ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷും യൂസ് ചെയ്താൽ മതി. ഫേസ് വാഷ് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ കൺസേൺ ഫോളോ അപ്പ് ചെയ്യുന്നേക്കാളും സ്കിൻ ടൈപ്പ് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെസ്റ്റ് ആയിട്ടുള്ളത്. പ്രത്യേകിച്ചും നിങ്ങളുടേത്
ഓയിലി സ്കിന്നൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ. സെൻസിറ്റീവ് സ്കിൻ വിത്ത് മെലാസ്മ ആണെങ്കിൽ ഈ AHA BHA അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ്, സാലിസിലിക് ആസിഡ് ഫേസ് വാഷിനേക്കാളും നല്ലത് കുറച്ച് ക്രീമി ടെക്സ്റ്റ് ഉള്ള ഫേസ് വാഷ് ആയിരിക്കും. ഡ്രൈ സ്കിൻകാർക്കാണെങ്കിൽ നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും. പക്ഷേ നിങ്ങൾ മോർണിംഗിൽ വെറുതെ വെള്ളം കൊണ്ടൊന്ന് ഫേസ് കഴുകിയാൽ മതി. നൈറ്റിൽ മാത്രം ഈ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. എൻ്റെ ഫസ്റ്റ് മെലാസ്മ വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടോക്കാം. പഴയ വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും മിസ്സായിട്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആ വീഡിയോയിൽ നമ്മൾ ആ ഫേസ് വാഷിന് എന്തുകൊണ്ടാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ബോഡിയിലെ ടാൻ മാറ്റാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് സിറം യൂസ് ചെയ്തതിന് ശേഷം ഏത് ബോഡി മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് നല്ലതെന്ന്? ആക്ച്വലി ഇത് നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഗ്ലൈക്കോളിക് ആസിഡ് സിറം നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും ഒരു ABHA അല്ലെങ്കിൽ ഒരു AHA BHA ബോഡി മോയ്സ്ചറൈസറിന്റെ ആവശ്യമില്ല. അതായത് പിന്നെ നമുക്ക് സുഗന്ധിയുടെ ലാക്റ്റിക് ആസിഡ് ബോഡി മോയ്സ്ചറൈസറോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷ്കേര AHA BHA ബോഡി മോയ്സ്ചറൈസറിന്റെയോ കെമിസ്ട്രി പ്ലേഡ് AHA BHA ബോഡി മോയ്സ്ചറൈസറിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പിന്നെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു മോയ്സ്ചറൈസർ കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിനിമലിസ്റ്റിൽ നയാസിനമൈഡ് അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ, അതല്ലെങ്കിൽ വിഷ് കെയറിന്റെ വിറ്റാമിൻ C അടങ്ങിയ ഒരു ബോഡി മോയ്സ്ചറൈസർ ഉണ്ട്, അത് ഫോളോ അപ്പ് ചെയ്യാം. ഇഷ്യൂ ഒന്നുമില്ല. കാരണം ഇതിനകത്ത് വിറ്റാമിൻ C വെറും 2% ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി ഉള്ള ഗ്ലൈക്കോളിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ പോണില്ല. മാത്രമല്ല ബോഡിയിലായതുകൊണ്ട് നമുക്ക് 2% ഈ ചെറിയ കോൺസെൻട്രേഷൻ വിറ്റാമിൻ സിയും ഗ്ലൈക്കോളിക് ആസിഡും കൂടി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സോ ദാറ്റ്സ് ടോട്ടലി ഫൈൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ വാസിലിന്റെ ഗ്ലൂട്ടാഹയ ഉണ്ട്, അതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് അതിന്റെ 3 ബോട്ടിലുണ്ട്. 3 ബോട്ടിൽ ഏത് യൂസ് ചെയ്താലും ഇഷ്യൂ ഒന്നും ഇല്ല. അപ്പം നിങ്ങളുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഡെർമക്കോയിൽ കോജിക് ആസിഡ് അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ ഉണ്ട്, ഡോക്ടർ ഷെയ്റ്റിൽ കോജിക് ആസിഡ് അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് ഫോളോ അപ്പ് ചെയ്താൽ മതി. വീണ്ടും നമ്മളൊരു AHA BHA ബോഡി മോയ്സ്ചറൈസറിലോട്ട് പോവാതിരുന്നാൽ മാത്രം മതി. അതല്ല നിങ്ങൾ പെർട്ടിക്കുലർ ഏരിയാസിൽ മാത്രമാണ് ഗ്ലൈക്കോളിക് ആസിഡ് സിറം അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഏരിയാസിൽ നമുക്ക് AHA BHA അതല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സെറം അപ്ലൈ ചെയ്തത് അവിടെ നമുക്ക് ഈ ഒരു ഹൈഡ്രേറ്റിംഗ് ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആവും. അപ്പം എന്ന് വെച്ചാൽ മൈൽഡായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഒരു ചെറിയ രീതിയിൽ എക്സ്ഫോളിയേഷൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഈ ഒരു AHA BHA ബോഡി മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. അതായത് കെരാറ്റോസിസ് പൈലാരിസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് AHA BHA ബോഡി മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി നമ്മൾ പീലിംഗ് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എക്സ്ഫോളിയേഷൻ നടത്തിയേക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് സിറം അപ്ലൈ ചെയ്തേക്കുന്ന സ്ഥലത്ത് ഹൈഡ്രേഷന് വേണ്ടി നമ്മൾ ഹൈഡ്രേറ്റിംഗ് ബോഡി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി. അത് പറഞ്ഞപ്പോഴാണ് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ലാക്റ്റിക് ആസിഡ് അടങ്ങിയ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സിറം പറഞ്ഞു തരാനായിട്ട്. ലാക്റ്റിക് ആസിഡ് അടങ്ങിയ 2 അഫോർഡബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ രണ്ടും 600-നും 500-നും ഇടയിലുള്ളതാണ്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ സുഗന്ധയുടെ ലാക്റ്റിക് ആസിഡ് സിറം നല്ലതാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടർ ഷേപ്പിന്റെ ലാക്റ്റിക് ആസിഡ് പീലും നല്ല ഓപ്ഷൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്താൽ മതി. ഇനി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഓർഡിനറിയുടെ ലാക്റ്റിക് ആസിഡ് ആണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ളത് അതാണ്. പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഓർഡിനറിയുടെ ആഡ്, പക്ഷെ ക്വാളിറ്റി ബെസ്റ്റ് ആണ്. സോ ഇന്നത്തെ Q&A ഇവിടെ തീരുകയാണ്. നിങ്ങൾക്കറിയാം ഡൗട്ട് ചോദിച്ചാൽ ഞാൻ ഉത്തരം തന്നില്ലെങ്കിലും Q&A ഡെഫിനറ്റ്ലി ഞാൻ എല്ലാം ഫോളോ അപ്പ് ചെയ്യാൻ മറക്കാറില്ല. മാക്സിമം എല്ലാ ക്വസ്റ്റ്യനും ഞാൻ കവർ അപ്പ് ചെയ്താണ് ട്യൂസ്ഡേ Q&A ചെയ്യാറ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ Q&യുടെ അടിയിലോ അല്ലെങ്കിൽ മറ്റ് വീഡിയോസിൻ്റെ അടിയിലോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്യൂസ്ഡേ Q&A ആയിട്ടോ ലോങ് വീഡിയോ ആയിട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ടോ ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടില്ല ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലാണ് വരുന്നത്. അടുത്ത തേഴ്സ്ഡേ കാണുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.